പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗിലെയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോയുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകി തന്ന സാവകാശത്തെ ഓർത്തുകൊണ്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഒരു തിരുവചന സന്ദേശം ഞാൻ പറയുവാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുകയാണ്. ദൈവം നമ്മെ ഏവരെയും തുടർന്നുള്ള നിമിഷങ്ങൾ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകലത്തെ വചന സന്ദേശത്തിന് ആധാരമായി ഒരു വേദഭാഗം വായിക്കാനായി താല്പര്യപ്പെടുന്നു. സങ്കീർത്തനങ്ങൾ 8-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്തും മാത്രം. ദൈവത്തിന്റെ പരിശുദ്ധമേറിയ നാമം ഇന്ന് ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ നാം വായിച്ചു കേട്ട തിരുവെഴുത്ത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ദൈവം ഉണ്ടാക്കിയതാണ്. പക്ഷെങ്കിൽ ദൈവം പ്രാധാന്യം കൽപ്പിക്കുന്നത് നമ്മെ ഓരോരുത്തരെയുമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമ്മെ സന്ദർശിക്കേണ്ടത് നാം ദൈവസന്നിധിയിൽ എന്തോ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകലിൽ ദൈവം നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, അതുകൊണ്ടാണ് ദൈവം നമുക്ക് വളരെ പ്രാധാന്യം ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, അവൻ തൻ്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നക്ഷത്രങ്ങളെയും അവൻ, ഹല്ലേലൂയ, സ്തോത്രം, ഈ സർവ്വചരാചരങ്ങളെയും ഉണ്ടാക്കിയ ദൈവം അവൻ പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്നെയും നിങ്ങളെയുമാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് അതുകൊണ്ട് ദൈവത്തിന് എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ഇത്രമേൽ പ്രാധാന്യം? ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഉള്ളിൽ നശിച്ചു പോകാത്ത ഒരു ആത്മാവിനെ ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആരൊക്കെ നിങ്ങളെ മറന്നു കളഞ്ഞാലും, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം നമ്മെ മറന്നു കളയുന്നവനല്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമ്മളെ, ഹല്ലേലൂയ, സ്തോത്രം, ഒരിക്കലും തള്ളിക്കളയുന്നവനല്ല. ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നവനല്ല. ഹല്ലേലൂയ, സ്തോത്രം. തൻ്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നക്ഷത്രത്തിനും കൊടുക്കാത്ത പ്രാധാന്യം, ഹല്ലേലൂയ, സ്തോത്രം, ഈ ഭൂമിയിലെ സൂര്യനോ ചന്ദ്രനോ, ഹല്ലേലൂയ, സ്തോത്രം, ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കൊന്നും കൊടുക്കാത്ത പ്രാധാന്യം കേവലം പൊടി കൊണ്ടുണ്ടാക്കിയ മനുഷ്യന് ദൈവം കൊടുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഇന്ന് പകൽ ചിന്തിച്ചു കൊള്ളുക. നിങ്ങളുടെ ഉള്ളിൽ, ഹല്ലേലൂയ, സ്തോത്രം, മുഴു ലോകത്തെക്കാളും വിലയേറിയ ഒരാത്മാവിനെ ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ടാണ്, ഹല്ലേലൂയ, സ്തോത്രം, ഈ ഭൂമിയിലെ തൻ്റെ വിരലുകളുടെ പണികളെ ഒന്നും അവൻ, ഹല്ലേലൂയ, സ്തോത്രം, പ്രാധാന്യം കൊടുക്കാതെ വണ്ണം ദൈവം നമ്മെ അതുപോലെ പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കും? ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ വിഷയങ്ങളുടെ മുഖത്ത്, അവൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത്, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അവൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, വ്യത്യസ്തമായ നിലവാരത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. തൻ്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയോ നക്ഷത്രങ്ങളെയോ സൂര്യനെയോ ചന്ദ്രനെയോ ഒന്നും അവൻ വലിയ ഗൗരവമൊന്നും കൊടുക്കാതെ അവൻ തൻ്റെ സ്വരൂപത്തിൽ, തൻ്റെ സ്വസാദൃശ്യത്തിൽ അവൻ മെനഞ്ഞ്, പൊടി കൊണ്ട് മെനഞ്ഞ അവൻ മർത്യന്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് യോഗ്യതയാണുള്ളത്? ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 49-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം തൻ്റെ അവൻ ഉള്ളംകരത്തിൽ നമ്മെ വരച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആരൊക്കെ നമ്മളെ മറന്നു കളഞ്ഞാലും, ആരൊക്കെ നമ്മളെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചാലും, ഹല്ലേലൂയ, സ്തോത്രം, ആരൊക്കെ നമ്മെ നിന്ദാപാത്രമാക്കി തീർത്താലും, ആരൊക്കെ നമ്മെ തുച്ഛീകരിച്ചാലും, അവൻ തുച്ഛീകരിക്കാത്ത, അവൻ മറക്കാത്ത, നമ്മെ പരിഗണിക്കുന്ന നല്ലവനായൊരു ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. അവൻ ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, അവൻ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, സ്തോത്രം, ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങളെ ഒന്നും അവൻ പരിഗണിക്കാത്ത ദൈവം നിങ്ങളെ പരിഗണിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങളുടെ ആത്മാവിനെ പരിഗണിക്കുന്നെങ്കിൽ, അവൻ നിങ്ങളുടെ ജീവിതം മുഴുവനും ദൈവത്തിന്റെ മുൻപാകെ സമർപ്പിക്കുകയാണെങ്കിൽ അവൻ ദൈവം നിങ്ങളുടെ കാര്യങ്ങളെ നടത്തി തരുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ, ഹല്ലേലൂയ, സ്തോത്രം, ഈ ഒരു വാക്കുകളാൽ
ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. തൻ്റെ വിരലുകളുടെ പണികളെ ദൈവം ഓർക്കാതെ ഇരുന്നെങ്കിൽ, അവൻ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ഇരുന്നെങ്കിൽ, നമ്മെ ഓരോരുത്തരെയും ദൈവം പരിഗണിച്ചെങ്കിൽ, നമുക്ക് പ്രാധാന്യം ദൈവം കൽപ്പിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, എന്തോ ഒരു ഗുണം നമ്മളിൽ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവൻ തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ സ്വാദൃശ്യ പ്രകാരം നമ്മെ സൃഷ്ടിച്ചെങ്കിൽ, അവൻ തൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ വെച്ചെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, അവൻ ദൈവം നമ്മിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ പ്രിയ സഹോദരങ്ങളെ, അവൻ നാം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുകയാണെങ്കിൽ നിശ്ചയം ദൈവം നമ്മിൽ വന്ന് വാസം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകലിൽ അവൻ ഈ ഒരു വചന സന്ദേശത്താൽ ദൈവം നമ്മെ ഇവരെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കിടെ വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.